ഒരിക്കൽ കൂടെ നമുക്ക് വേർപാടിനെ കുറിച്ച് തന്നെ ചിന്തിക്കാം. എല്ലാ കാലത്തും ദൈവജനം ഒരു വേർപാട് പാലിക്കുവാൻ ഉത്സാഹിച്ചിരുന്നു. അപ്പോൾ തന്നെ വേർപാട് നഷ്ടപ്പെടുത്താനും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കളുടെ ശക്തിയെക്കുറിച്ച് ജാതീയ പ്രവാചകനായ ബിലെയാം പറയുന്നത് ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനത ജാതികളോടുകൂടി എണ്ണപ്പെടുന്നില്ല. അവരുടെ ദൈവം അവരുടെ മധ്യേ ഉണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. ഇങ്ങനെയുള്ള വചനങ്ങൾ നമുക്ക് തരുന്ന രണ്ട് ചിന്തയാണ്. വേർപാടിനൊരു വേദനയുണ്ടെങ്കിലും വേർപാടിനൊരു ശക്തിയുണ്ട്. വേർപെട്ട് നിൽക്കുന്നവന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. അതിന്റെ കാരണം ദൈവം അവരുടെ മധ്യേ ഉണ്ട്. ദൈവം അവരുടെ മധ്യേ നിന്ന് പോകണമെങ്കിൽ വേർപാട് നഷ്ടപ്പെടുത്തിയാൽ മതി. വേർപാട് നഷ്ടപ്പെടുത്തുമ്പോൾ ശക്തി പോകുന്നതിന്റെ കാരണം ദൈവ സാന്നിധ്യം പോകുന്നു എന്നുള്ളതാണ്. ദൈവം അവരുടെ മധ്യേ ഉള്ളതിനാൽ ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഏൽക്കത്തില്ല, അന്നും ഇന്നും എന്നും. അപ്പൊ അതുകൊണ്ട് മറ്റൊരു തന്ത്രമാണ് പിന്നീട് പിശാച് അവിടെ പ്രയോഗിച്ചത്. വേർപാട് നഷ്ടപ്പെടുത്താനുള്ള ചെറിയ തന്ത്രം പറഞ്ഞു കൊടുത്തു. കല്യാണം കഴിക്കുമ്പോൾ സുന്ദരികളായ മാനസാന്തരപ്പെടാത്ത പെൺകുട്ടികളെ കൊണ്ടൊന്ന് ഇങ്ങോട്ട് ലവ് മാരേജിന് വേണ്ടി ഇളക്കി വിടുക. ഇപ്പോൾ ലവ് ജിഹാദ് എന്നൊരു ഭാഷ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പലരും പറയുന്നു. നമ്മളിതൊന്നും പറയാറില്ല. അത് ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള തർക്കം പൊളിറ്റിക്കൽ പാർട്ടിക്കാര് അവരുടെ ഇലക്ഷനോട് ബന്ധപ്പെട്ടും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറയാതിരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പോരാട്ടമാണ്, ഒരു ആഭിചാരമാണത്. അത് ബിലെയാമാണ് വെച്ചു കൊടുത്തത്. ബിലെയാമിന്റെ ഉപദേശം എന്നൊരു പ്രയോഗമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു പുരുഷൻ ഒരു സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടാൽ അവൻ അതിനകത്ത് ആകർഷിക്കപ്പെടും. അത് പ്രകൃതിയുടെ നിയമമാണ്. വംശവർദ്ധനവിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണത്. എന്നാൽ അതിൽ കൺട്രോൾ ഉള്ളവർ മാത്രമേ നല്ല ജീവിതം നയിക്കത്തുള്ളൂ. ജയകരമായ, ഫലകരമായ, തൻ്റെ ഇടമുള്ള ജീവിതം നയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കൺട്രോൾ വേണം. അതിനാണ് ദൈവം ഭാര്യ ഭർത്തൃ ജീവിതം കൊടുത്തത്. അവിടെ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സന്തോഷവും സംതൃപ്തിയും ദൈവം വെച്ചിരിക്കുന്നു. ആ മതിലിനെ പൊളിച്ചിട്ട് പോകുന്നവരെല്ലാം അതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സിനിമാക്കാരൊക്കെ ആ വിഷയത്തിൽ ചിലരെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞു. എന്നാൽ അവിടെയും പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ചിലരെ പത്രങ്ങളിലൂടെ കണ്ടു. അപ്പൊ നോക്കൂ, വേർപാട് ശക്തിയുള്ളതാണ്. പക്ഷെ അതിന് വില കൊടുക്കണം. ഇപ്പൊ ബിലെയാം എന്ന് പറയുന്ന മനുഷ്യൻ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ ഇസ്രയേലിനെതിരെ ശപിക്കാൻ വേണ്ടി വന്നു, കൂലി കൊടുത്തു കൊണ്ടുവന്നതാണ്. ബാലാക്ക് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് ശപിക്കാൻ എഴുന്നേറ്റ് വായിക്കൂടെ വരുന്നത് അനുഗ്രഹമാണ്. അദ്ദേഹം പറയുകയാണ്, ഇവരെ ആര് ശപിക്കും? ഇവര് സെപ്പറേറ്റഡ് ആണ്. അവരുടെ ദൈവം അവരുടെ മധ്യയുണ്ട്.
ഒരു മന്ത്രവാദം അവരുടെ അടുത്ത് നടക്കത്തില്ല. വാട്ട് ഈസ് ദ സീക്രട്ട്? സീക്രട്ട് ഇത്രയേ ഉള്ളൂ: ദൈവ സാന്നിധ്യത്തെ നിലനിർത്താൻ വേണ്ടി അവർ വേർപാട് പാലിച്ചു. നാം വായിച്ച വാക്യം എന്തായിരുന്നു? എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവീൻ. 119:115. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.